ശ്രുതിയും കൂട്ടുകാരും കൂടി റോഡിൽ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു. ഓട്ടോറിക്ഷ വന്ന് നിർത്തിയപ്പോൾ ഡ്രൈവറെ കണ്ട ശ്രുതി ഞെട്ടി. സച്ചിയായിരുന്നു അത്. ഓട്ടത്തിനിടയിൽ സച്ചിക്ക് ഒരു കോൾ വന്നു. സച്ചി അപ്പോൾ പറഞ്ഞു, ഞാൻ കാറ് വിറ്റു, ഇപ്പോൾ എൻ്റെ കയ്യിൽ കാറില്ല. ഇത് കേട്ട് ശ്രുതിക്ക് സന്തോഷമാകുന്നു. കാശ് കൊടുക്കാതെ ശ്രുതി ഇറങ്ങിപ്പോയപ്പോൾ സച്ചി പൗഡർ എടത്തി, പൈസ തന്നില്ല എന്ന് പറഞ്ഞ് ശ്രുതിയെ വിളിക്കുന്നു. വീട്ടിലെത്തിയ ശ്രുതി ഓടിപ്പോയി ശ്രുതിയുടെ അടുത്ത് ചെന്ന് സച്ചി കാറ് വിറ്റ കാര്യം പറയുന്നു. ശ്രുതിയോട് ചോദിക്കുന്നു, ഞാൻ ചെന്ന് അവനോട് ഇത് ചോദിക്കണമെന്നാണോ നീ പറയുന്നത്? ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ശ്രുതി അത് ചന്ദ്രയോട് പറഞ്ഞു. ചന്ദ്ര രവിയുടെ അടുത്ത് ചെന്ന് അവളോട് പറയാതെ കൂടെ അവൻ ഇങ്ങനെ കാറ് വിറ്റു, അപ്പോൾ എന്തോ അതിലൊരു കള്ളക്കളിയില്ലേ എന്ന് പറയുന്നു. രവി ഇത് കേട്ട് ആലോചനയിലിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് രേവതിയെയാണ്. രേവതി റോഡിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വന്ന് നിർത്തുന്നത് കണ്ട് ശ്രദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്നത് സച്ചിയാണെന്ന് കണ്ട രേവതി ഞെട്ടുന്നു.